തുടർന്നു. പത്മജിയുടെ BJP പ്രവേശത്തിൽ പഴുതടക്കാൻ തൃശൂർ കോൺഗ്രസ് ഒരുങ്ങുന്നു. DCCയിൽ ചേർന്ന ജില്ലയിലെ ബൂത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവരുടെ യോഗം DCCയിൽ അല്പസമയത്തിനകം തന്നെ ബൂത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവരുടെ യോഗം ചേരും. ജെയ്സൺ ചാമോളപ്പിൽ നമ്മോടൊപ്പം ഉണ്ട്. ജെയ്സൺ, പത്മജ വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചിരുന്നു 2021. പത്മജയ്ക്ക് ആ നിലയിലുള്ള കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിലുള്ള പിന്തുണ ജില്ലയിലുണ്ട്. അതെങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും BJPക്കൊപ്പം ചേരുമ്പോൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്നത് തൃശ്ശൂരിലാണ്. അവിടെ സുരേഷ് ഗോപിക്കൊപ്പം പത്മജ കൂടി വരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുക? നികേഷ് കുമാർ, ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിക്കുന്നു. ഔദ്യോഗികമായി എല്ലാ തവണയും TN പ്രതാപൻ ഇപ്പോൾ ലീഡർ കെ കരുണാകരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സമയത്തായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് യോഗം ചേരുന്നതിന് മുൻപ് ഇവിടെ വന്ന് ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചിട്ടാണ് യോഗം പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മുതൽ പ്രവർത്തനത്തിൻ്റെ തുടങ്ങാനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡറുടെ എല്ലാ അനുഗ്രഹവും ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗത്തിലിരുന്നുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് പ്രവർത്തനം തുടങ്ങേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇത് ഈ ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ഇന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നേതൃയോഗം എല്ലാ സ്ഥലത്തും നേതൃയോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നേതൃയോഗം. ആ നേതൃയോഗത്തിൻ്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ പുഷ്പാർച്ചന നടത്തുന്നതാണ്. സാധാരണ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് സാധാരണ പുഷ്പാർച്ചന നടത്താറ്. ഈ പ്രത്യേക സാഹചര്യം എന്താണ്? പെട്ടെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കേണ്ട അനിവാര്യത നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബൂത്ത് തലം മുതൽ യൂണിറ്റ് തലം മുതൽ മണ്ഡലം തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, നിയോജകമണ്ഡലം തലത്തിൽ, ജില്ലാ തലത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരികയാണ്. അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ യോഗം നമ്മളിവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുമ്പോൾ ബഹുമാന്യനായ ലീഡർ എന്ന സ്നേഹവിസ്മയത്തിൻ്റെ ഈ സ്മൃതി മണ്ഡപത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തുടങ്ങാറ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ കോൺഗ്രസ് തന്നെ BJP ആക്കിയതെന്നാണ് പത്മജ ഏഷ്യാന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് സംസാരിക്കും. പത്മജയുടെ പോക്ക് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്കുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഉന്നത ലീഡർഷിപ്പ് കൃത്യമായി കാര്യങ്ങൾ പ്രതിപാദിക്കും. ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചിരുന്നോ TN? രണ്ട് തവണ ഇവിടെ നിയമസഭ സീറ്റ് കൊടുത്താണ്, ഒരു തവണ സീറ്റ് കൊടുത്താണ്. എല്ലാം നമുക്ക് കണ്ടു കാണാം. ഗുരുവായൂരപ്പനും ലീഡറുമാണ് സാക്ഷി, ജനങ്ങളുമാണ് സാക്ഷി. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഡിവോട്ടിയാണ്, വിശ്വസ്തനാണ്. എല്ലാം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ്. ഞാൻ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ്. തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെയും കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും വിശ്വസിക്കുന്ന ആളാണ്. എല്ലാം ദൈവത്തിനും
മുന്നിൽ സമർപ്പിക്കുന്നു. ലീഡറുടെയും തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് കാണാം. ധൈര്യമായിട്ടിരിക്കും, കാണാം. ഇപ്പോൾ നമുക്ക് പ്രതികരണം കേട്ട് കഴിഞ്ഞു. നികേഷ് കുമാർ, ജെയ്സൺ പറഞ്ഞോളൂ. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു വികാരം ഉണർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പത്മജ കൂടി BJP-യിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ TN പ്രതാപനിലും DCC പ്രസിഡന്റിലും ഒക്കെ നമുക്ക് ആ കോൺഗ്രസ് വികാരം കാണാം. പക്ഷേ പത്മജ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് അത് പരിഹരിക്കണമല്ലോ. അതിനെന്താണ് മാർഗം? അതിന് കരുണാകരന്റെ ശവകുടീരത്തിൽ പോയാൽ മാത്രം മതിയോ? നികേഷ് കുമാർ, പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ കോൺഗ്രസിൽ നിന്ന് പോയാൽ കാര്യമായ പ്രതിചലനം ഉണ്ടാവില്ല എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതൃത്വം. ഇതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ സീറ്റ് നൽകി 1.5 ലക്ഷം വോട്ടിന് പരാജയപ്പെടുന്നു. ഈ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം കൈവശം വെച്ച കോൺഗ്രസിന് കൈവശം വെച്ചിരുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 2 തവണകളിലായി തൃശ്ശൂർ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം പത്മജയുടെ ജനപ്രിയതയുടെ അളവുകോലെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്റെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പത്മജ വേണുഗോപാൽ. കാര്യമായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ ഇവർ തമ്മിലില്ല. എങ്കിൽ പോലും അത് പ്രവർത്തകർ പോകുന്നില്ല എന്നതും പാർട്ടിയെ കാര്യമായി ബാധിക്കുന്നില്ല എന്നതിനുമപ്പുറത്തേക്ക് ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കലെത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു സന്ദേശം പോകുന്നത് പല രീതിയിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്ന ഒരു മുൻകൂട്ടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ശ്രീ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്താൻ തീരുമാനിക്കുന്നത്. നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ DCC പ്രസിഡന്റായ ജോസ് വള്ളൂർ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിക്കുന്നു, അതിന് ലീഡറുടെ സമാധി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നു. കോൺഗ്രസിന്റെ ചരിത്രം, കോൺഗ്രസിന്റെ രീതി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഇത്തരത്തിലൊരു സംഗതി ഒരു കാലത്തും ഉണ്ടാകില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ആ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ മുരളി മന്ദിരത്തിലുള്ള ഇപ്പോൾ കല്യാണിക്കുട്ടിയമ്മയുടെ അതുപോലെ തന്നെ കരുണാകരന്റെ സമാധി സ്ഥലത്ത്. അവിടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് സ്ഥാനാർത്ഥി എന്ന് സ്വയം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മറ്റൊരു കൗതുകരമായ ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും എത്തിച്ചേരുന്ന ഇടം എന്ന് ഞാൻ പറഞ്ഞ ഈ മുരളി മന്ദിരം ഇനി BJP നേതാവിന്റെ വീടാണ് എന്നതാണ് ഇനി ഏറ്റവും കൗതുകരമായ കാര്യം. പത്മജ വേണുഗോപാൽ BJP-യിൽ പോകുന്നതോടുകൂടി മുരളി മന്ദിരം BJP നേതാവിന്റെ വീടായി മാറുന്നു. ഇവരുടെ സമ്പത്ത് പാർട്ടിഷൻ ചെയ്യുന്ന സമയത്ത് മുരളി മന്ദിരം ഇരിക്കുന്ന വീട് പത്മജ വേണുഗോപാലാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പത്മജ വേണുഗോപാലിന്റെ വീട്ടിൽ BJP നേതാവിന്റെ വീട്ടിലെത്തി വേണം ഇനി കോൺഗ്രസ് നേതാക്കൾക്ക് കരുണാകരന്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനെന്ന ഒരു കൗതുകരമായ കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്താനുള്ള സാധ്യത കൂടി കാണുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ BJP-ക്ക് അനുകൂലമായ ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണത്, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. ഇപ്പോൾ ജെയ്സൺ പറയുന്നത് പോലെ മുരളി മന്ദിരം പത്മജ വേണുഗോപാലിന് അവകാശപ്പെട്ടതാണ്. പത്മജ വേണുഗോപാലിൻ്റെ കസ്റ്റഡിയിലാണ് കരുണാകരൻ്റെ ശവകുടീരം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ BJP-യിൽ ചേരുന്നതിന് മുമ്പ് ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് അവിടെ പുഷ്പാർച്ചന നടത്തി പ്രചരണം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എനിക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ താല്പര്യമുണ്ട്. ജെയ്സൺ, ആ വീട് അതുപോലെ തന്നെ ശവകുടീരം കാണാം നികേഷ് കുമാർ. ഇതാണ് ഒരു കാലത്ത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. നികേഷ് കുമാറിനൊക്കെ അറിയാവുന്ന പോലെയാണ് തൃശ്ശൂരിലെ മുരളി മന്ദിരമായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി ദിനത്തിൽ ഇവിടെ ഒഴുകിയെത്തുന്നത് നൂറുകണക്കിന് പേരായിരുന്നു. കരുണാകരന്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒഴുകിയെത്തുന്നത് നൂറുകണക്കിന് ആളുകളായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിച്ചിരുന്ന രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു വീടാണ് മുരളി മന്ദിരം. ഇത് ഇപ്പോൾ നാം കാണുന്നത് ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപമാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപമുള്ളത്. ആദ്യം K കരുണാകരൻ സ്മൃതി ദിനത്തിൽ ഇവിടെ എത്തിച്ചേരും. അന്ന് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തി സ്വന്തം മാതാവിൻ്റെ ചരമദിനം പോലെ ആചരിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ കരുണാകരൻ മരണശേഷം
അതിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ്സുകാർ എന്നും വൈകാരികമായി കാണുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇനി നമുക്ക് ഈ മുരളി മന്ദിരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. മുരളി മന്ദിരം ഏത് കാലത്തും കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടമായിരുന്നു. ഇവിടെ എത്തിച്ചേരുന്ന രാഷ്ട്രീയ നേതാക്കൾ, ബിസിനസ് വ്യവസായികൾ, അതുപോലെ തന്നെ നൂറുകണക്കിന് പേർ ദിനം പ്രതി എത്തിച്ചേരുന്ന ഒരു വീടാണ് മുരളി മന്ദിരം. ഇന്നത് ഒരു BJP നേതാവിൻ്റെ ഒരു ഭവനമായി മാറുന്നു എന്നതാണ് രാഷ്ട്രീയമായ മറ്റൊരു കൗതുകം. ഇനി നേരത്തെ നികേഷ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് BJPയിൽ ചേർന്നതിന് ശേഷം ഒരുപക്ഷെ TN പ്രതാപനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുന്നതിൽ വലിയ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് K കരുണാകരൻ്റെ വീടിൻ്റെ വാതിലാണ് K കരുണാകരൻ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ഇത്. അതുപോലെ തന്നെ മുരളി മന്ദിരം ഈ കരുണാകരൻ്റെ മരണശേഷമാണ് ഇത് കുറച്ച് മോടി പിടിപ്പിക്കുന്ന സ്ഥിതിയിലെ മുരളി മന്ദിരം എന്ന ബോർഡുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചലനങ്ങൾക്ക്, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയായ സ്ഥലമാണ്. ഇന്നതൊരു BJP നേതാവിൻ്റെ വീടായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പാർട്ടിയിൽ ചേരുന്നതിന് തൊട്ട് മുൻപ് കോൺഗ്രസ് നേതൃത്വം എത്തി പുഷ്പാർച്ചന നടത്തി. കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ഒരു പുഷ്പാർച്ചന നടത്തിയ ശേഷം പുഷ്പാർച്ചന നടത്താനായിട്ടുള്ള ഈ തിടുക്കമുണ്ടായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അത്തരമൊരു നീക്കത്തിലേക്ക് ഒരു പക്ഷേ വളരെ കണ്ണിങ്ങായ, വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമായിരുന്നു എന്ന് പറയാം.